സഹൃദയരെ, ബഹുമാന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, ഇടവകയിലെ സഹോദരി സഹോദരന്മാരെ, കുടുംബം സിമന്റും കമ്പിയും കല്ലും മണ്ണുമുണ്ടെങ്കിൽ ഒരു കെട്ടിടം പണിയാം. പക്ഷേ അവിടെ ഒരു കുടുംബമുണ്ടാകണമെങ്കിൽ പങ്കുവെക്കലിൻ്റെ, സ്നേഹത്തിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, പരസ്പരം മനസ്സിലാക്കലിൻ്റെ, വിശ്വാസത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ജീവിതങ്ങൾ വേണം. അവിടെയാണ് കുടുംബം തിരുക്കുടുംബമാകുന്നത്. ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. പാപ്പേട്ടനും അന്നേടത്തിയും ഒരു ലഘുനാടകം. അവതരണം സെയിന്റ് ഡൊമിനിക് ചർച്ച്, പാരിഷ് ഫാമിലി യൂണിറ്റുകളും വിവിധ സംഘടനകളും. രചനാ സംവിധാനം ലോയി ആന്റണി പുതുശ്ശേരി. ആമുഖം ഫാദർ ജെറിൻ കുരിശിങ്കൽ. സംഗീതം സൂര്യ. സ്റ്റിൽസ് ബിനോഷ്. ചമയം ആഞ്ചലിൻ ലോയ്. രംഗസംവിധാനം കലാസദൻ ആലുവ. റെക്കോർഡിംഗ് വിനോദ്, കോറൽ സ്റ്റുഡിയോ ആലുവ. അരങ്ങിൽ റവറൻഡ് ഫാദർ ജോസഫ് കരുമത്തി, പോളി മംഗലശ്ശേരി, ജോഷി കാട്ടിത്തറ, ജിമ്മി തുമ്മി തേക്കാനും, ബാബു പടമാട്ടുമേൽ, ടോംസൺ ബാല്യപ്പാടത്ത്, വിൻസെന്റ് തോട്ടത്തിൽ, ലോയി പുതുശ്ശേരി, സൂസി ബാബു പള്ളാശ്ശേരി, ടെസ്സി ലോയ്, കുമാരി എസ്തേർ ബാബു. ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. പാപ്പേട്ടനും അന്നേടത്തിയും. ദാമ്പത്യ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പിന്നിട്ട ദമ്പതികളെ ഇടവക ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഏറെ സന്തോഷം തോന്നി. തീർച്ചയായും നമ്മുടെ ഇടവകയിൽ 50 വർഷം പിന്നിട്ടവരുടെ എണ്ണം എടുത്തപ്പോ കുറച്ചുപേരേ ഉള്ളൂ. പലരും പങ്കാളി നഷ്ടപ്പെട്ടവർ. ഇത് നമ്മുടെ ഭാഗ്യമാണ് അന്നംകുട്ടി. കണ്ടില്ലേ, പുതിയ കാലത്തെ പിള്ളേര് 1 or 2 വർഷം കഴിഞ്ഞ അപ്പോ തന്നെ തല്ലിപ്പിരിഞ്ഞു പോവുക. അതുകൊണ്ട് വികാരിയച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് നീ കേട്ട? പാപ്പേട്ടനും അന്നേടത്തിയും മറ്റുള്ളവർക്ക് മാതൃകയായി മലയിൽ തെളിച്ച വിളക്കാകണമെന്ന്. ഓ, എന്തോ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. കനലാളി വരുമ്പം പുനലാണ് കുടുംബം, കനമേറിയിടുമ്പം തണലാണ് കുടുംബം. കനലാളി വരുമ്പം പുനലാണ് കുടുംബം, കനമേറിയിടുമ്പം തണലാണ് കുടുംബം. കനിവേറി വിളമ്പും കനിയാണ് കുടുംബം, നനവൂറി വിളങ്ങും നിനവാണ് കുടുംബം. കുടുംബം കൂടിയിടുമ്പം കാതിനദിമ്പം, ചിരിമൊഴിയാരംഭം കലമ്പം. വേദി വിടുമ്പം കൂടുമതൃപ്പം, നിറമിഴിയാനന്ദം. അച്ചായ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടാ, നിനക്ക് ലോട്ടറി അടിച്ചാ? അല്ല, നമ്മുടെ ജോൺസണും ജേക്കബും വരുന്നുണ്ട്. നമ്മുടെ മക്കള് വരുന്നോ? എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ അച്ചായ. എടി, അത് സസ്പെൻസ് ആടി. ജേക്കബ് ഭാര്യ വീട്ടിൽ കയറിട്ടേ വരൂ. അവനല്ലേലും ഭാര്യ വീട്ടുകാരോടാ കൂടുതൽ താല്പര്യം. അതല്ല, അവന്റെ അമ്മായിയമ്മ കിടപ്പിലാണല്ലോ, അതുകൊണ്ടായിരിക്കും. മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയത് ഇപ്പോഴാ. നീ കരയുകയാണോടി? സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എന്റെ അന്നാമ്മ കരയും. ഒന്ന് ചിരിച്ചേടി. ഈ മുഖം എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു ദിവസമുണ്ട്. എപ്പോഴാ? നീ എന്റെ സ്വന്തമാണെന്നും ചങ്കാണെന്നും പറഞ്ഞപ്പോ. ഒന്ന് പോന്നേ. ഈ സ്നേഹവും ചിരിയും നിന്നെ ഞാൻ വിട്ടുപോകുന്നതുവരെ ഉണ്ടാകും.
വേണ്ടാത്തത് ഓരോന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കല്ലേട്ടാ. എടാ വിൻസെന്റേ, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുന്നൂന്ന്. നീ പോയി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് വാടാ. അതിന് പ്രത്യേകം പറയണോ? അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വിൻസെന്റിന് അറിഞ്ഞൂടെ? ദാ പോയി ദാ വന്നു. അച്ചായ, ഈ ക്രിസ്മസ് നമുക്ക് പൊളിക്കണം. നീ ഒന്ന് സമാധാനമായിരിക്കടി പെണ്ണെ. ആരോ വരുന്നുണ്ടല്ലോ. ജിമ്മി ആയിരിക്കും. ജിമ്മി ഇപ്പോ വെറും ജിമ്മി അല്ല, ബ്രദർ ജിമ്മിയാ. മോനെ സുഖമാണോ? സുഖമാണോ? ഇരിക്കടാ. ആ പിന്നെ പാവങ്ങൾക്കായി വിൻസെന്റ് ഇപ്പോൾ വീട് വെക്കുന്നുണ്ടല്ലോ. ആ 2 വീടില് ഒരു വീട് നമ്മുടേതായിക്കോട്ടെ. ജൂബിലി വർഷമാണല്ല. സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. പൊന്നു മക്കളെ, നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര വർഷമായിട്ടാ. മക്കളെ, നിങ്ങളുടെ ഭാര്യമാരും മക്കളും ഒക്കെ എവിടെടാ? അവരെയൊക്കെ കാണാൻ ഈ അമ്മക്ക് കൊതിയാവണടാ. അവളുടെ ക്ലബിൻ്റെ ആനുവൽ ഡേ ആണ്. വെക്കേഷൻ എല്ലാവരും വരും. കമ്പനി ഇപ്പോൾ സ്വന്തമായി നടത്തുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. എങ്കിലും വൈകാതെ വരും. ചായ 2 ദിവസത്തെ ലീവേ ഉള്ളൂ. ക്രിസ്മസ് നമുക്ക് അടിച്ച് പൊളിക്കണം. എല്ലാം ഒരുക്കിയോ അമ്മേ? എന്തു വേണോടാ മക്കളെ നിങ്ങൾക്ക്? പറയാം, തീർത്തും പറയാം. ക്രിസ്മസ് ആഘോഷത്തിന് മുമ്പ് ചില തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. വല്ല യാത്രയ്ക്കോ മറ്റോ പോകാനാണോ ഉദ്ദേശിച്ചത്? ഇനിയിപ്പോ പോകാൻ അവസാനമായിട്ടൊരു സ്ഥലമല്ലേ ഉള്ളൂ. എന്റെ മക്കൾക്ക് ഇതെന്താ പറ്റിയേ? അപ്പച്ചാ, അപ്പച്ചനോ? ആരുടെ അപ്പച്ചൻ? കണ്ണിക്കണ്ട ഓട്ടോറിക്ഷക്കാർക്ക് കയറിറങ്ങി നിറങ്ങാനുള്ള സ്ഥലമല്ല ഈ തറവാട്. ഇറങ്ങിപ്പോടാ പുറത്ത്. മക്കളെ വേണ്ട. ഒന്നില്ലെങ്കിലും നിങ്ങളുടെ ഒരേ ഒരു പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയവനാ. അവളുടെ കുഞ്ഞിന്റെ അപ്പനാ. അപ്പനല്ല, അച്ഛൻ. അപ്പനമ്മേനെ ധിക്കരിച്ച് അന്യജാതിക്കാരന്റെ കൂടെ രായക്കരാമാനം ഒളിച്ചോടിപ്പോയാളാണോ ഞങ്ങളുടെ പെങ്ങള്? നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോടാ. ക്രിസ്മസിന് വീട്ടിൽ പോണം, അപ്പച്ചനെയും അമ്മച്ചിയെയും കാണണം, കേക്ക് കൊടുക്കണം എന്ന് മിനി പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കണം. വിഷ്ണു, നീ പോയി മിനിയെയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് വാ. ഈ ക്രിസ്മസ് നമുക്കിവിടെ ആഘോഷിക്കാം. ചെല്ല്. അപ്പച്ചാ, ഒരു കാര്യം പറഞ്ഞേക്കാം. ആ ചെറ്റയും അവളെയും ഇവിടെ വിളിച്ച് കയറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി മേലിൽ ഞങ്ങളെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്തു കാര്യങ്ങൾ? അപ്പൻ്റെ പേരിലുള്ള സകല സ്വത്തുകളും, അതായത് ഭൂമിയും കെട്ടിടങ്ങളും അപ്പൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റുകളും ഞങ്ങൾക്ക് 2 പേർക്ക് തുല്യമായി വീതിക്കണം. കൊള്ളാം. അപ്പോഴും ഞങ്ങൾ 2 ആളും ബാക്കിയാണല്ലേ? ഞങ്ങൾ എന്തു ചെയ്യണം? ചെന്നൈയിൽ നല്ലൊരു വൃദ്ധസദനമുണ്ട്. സകല സെറ്റപ്പുകളുണ്ട് അവിടെ. ഡോക്ടർമാർ, നേഴ്സുമാർ, യോഗ, സ്വിമ്മിംഗ് പൂള്, നല്ല ഭക്ഷണം. ചത്താലേ അവരെ അവിടെ തന്നെ അടക്കം ചെയ്യും. ചെന്നൈയിലുള്ള മദർ മേരി വൃദ്ധസദനമല്ലേ? അതെ, വളരെ ഫേമസാ. ഈ വീടും പള്ളിയുമായിട്ട് നടക്കുന്ന അമ്മയ്ക്ക് വരെ അറിയാം. അമ്മയ്ക്ക് മാത്രമല്ല, നിന്റെ അപ്പനും അറിയാം. എല്ലാ വിവാഹ വാർഷികങ്ങളിലും ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലോ ആഘോഷിക്കണമെന്ന് നിങ്ങളുടെ അപ്പൻ്റെ ആഗ്രഹമായിരുന്നു. അന്നേ വേണ്ട. എന്നെ തടയല്ലേ. ഇതുവരെ അങ്ങയുടെ ശബ്ദത്തിന് മുകളിൽ എന്റെ ശബ്ദം ഉയർന്നിട്ടില്ല. പക്ഷേ ഇവരത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനോട് ക്ഷമിക്കണം. എടാ, ഈ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ ഈ സ്വത്തുക്കളൊക്കെ. ഇതിനൊക്കെ അവകാശം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? അന്നേ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ അച്ചായ.
ഒരിക്കലൊരു വിവാഹ വാർഷികത്തിന് നീ പറഞ്ഞ ആ മദർ മേരി വൃദ്ധസദനമില്ലേ, അവിടെ ഞങ്ങൾ ചെന്നപ്പോ തൊട്ടടുത്ത അനാഥാലയത്തിലും ഞങ്ങൾ പോയി. അവിടെ തന്തയും തള്ളയും ആരെന്നറിയാതെ ഉപേക്ഷിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടു. അവരെ കണ്ടു മനസ്സലിഞ്ഞ ഈ മനുഷ്യൻ അവരെ സ്വന്തം മക്കളാക്കി വളർത്താൻ തീരുമാനിച്ചു. ഇവരുള്ളത് കൊണ്ട് തൽക്കാലം ഇനി നമുക്ക് മക്കള് വേണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോ ഒരു വാക്കു മറുത്തു പറയാതെ ഞാൻ അനുസരിച്ചു. പിന്നീട് ഒരു പെൺകുട്ടി കൂടി വേണമെന്ന് തോന്നിയപ്പോഴാ മിനിമോളെ ഞങ്ങൾ പ്രസവിച്ചത്. കള്ളം, പച്ചക്കള്ളം. ഞങ്ങൾക്ക് സ്വത്ത് തരാതിരിക്കാൻ കെട്ടിച്ചമച്ച സീരിയൽ കഥ. ഇതൊക്കെ വെറും കഥകളാണെന്നേ ഈ തന്തക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ തന്ത മിണ്ടാതെ നിൽക്കുന്നത്. തന്തയല്ല, ദൈവം അനാഥരായ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നിങ്ങൾക്കൊരു കുടുംബമുണ്ടാക്കി തന്ന ദൈവം. അമ്മച്ചി, മാപ്പ്. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റ് പൊറുക്കണം. മോളെ, നീ വാ മോളെ. നിങ്ങളെ വേദനിപ്പിച്ചതിന് തമ്പുരാൻ എനിക്ക് തന്ന ശിക്ഷ. മിണ്ടാപ്രാണിയായ ഒരേ ഒരു മകൻ. വിഷ്ണു, നീ പുറത്ത് നിൽക്കണ്ട, കേറി വാ. വക്കീലേ, മൊബൈലിൽ വിൽപ്പത്രത്തിൻ്റെ നക്കലില്ലേ, വായിക്ക് ഉച്ചത്തിൽ. എൻ്റെ മക്കൾ കേൾക്കട്ടെ അത്. അപ്പച്ച, വേണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട. അമ്മ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞങ്ങൾ അറിയിക്കുന്നതിനും ഒരുപാട് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കണം. പണം ഉണ്ടാക്കാനുള്ള ധൃതി പിടിച്ചുള്ള ഓട്ടത്തിൽ ജന്മം നൽകിയവരെ സ്നേഹിക്കാനും കൂടെ നിർത്തുവാനും ഞങ്ങൾ ശ്രമിച്ചില്ല. അപ്പച്ച, അമ്മച്ചി. വക്കീലേ, ആ വിൽപ്പത്രം ഒന്ന് വായിച്ചോടൂ. പമ്പ് കവലയിലും ബാങ്ക് ജംഗ്ഷനിലുമുള്ള കളമുറികളും കടുങ്ങല്ലൂരിലുള്ള 4 ഏക്കർ പറമ്പും ബാങ്ക് ഡെപ്പോസിറ്റിലുള്ള പകുതിയും ജോൺസനും ജേക്കബിനും. മറ്റൊരു ജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയെങ്കിലും മിനിക്കുട്ടി ഞങ്ങളുടെ ചോരയാ. എൻ്റെ അന്നമ്മ 10 മാസം ചുമന്ന് പ്രസവിച്ചതാ. ഈ വീടും പറമ്പും 2 കാറും ബാങ്ക് ഡിപ്പോസിറ്റിന്റെ പകുതിയും മിനിക്കുട്ടിക്കും വിഷ്ണുവിനും അവളുടെ കുഞ്ഞിനും. മോളെ, ഇത് ഞങ്ങളുടെ കാലശേഷം മാത്രം. അതിനു മുമ്പ് ഞങ്ങളെ നീ ചവിട്ടി പുറത്താക്കരുത്. ഞങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം മാത്രം മതി അപ്പച്ച. ഒരു സ്വത്തും പണവും മോഹിച്ചല്ല ഞാനിവളെ സ്നേഹിച്ചത്. ഞങ്ങൾക്കൊന്നും വേണ്ട, ഈ സ്നേഹം മാത്രം മതി അപ്പച്ച. വികാരിയച്ഛൻ കരോളുമായി എല്ലാ വീടുകളിലും വരുന്നുണ്ടെന്ന്. ദാ ഇപ്പൊ ഇവിടെ എത്തും. വിൻസെന്റെ, നീ കേക്ക് വാങ്ങിച്ചോ? പിന്നല്ലാതെ, അതെപ്പോഴേ മേടിച്ചു. വിഷ്ണു, നീ നേരത്തെ കൊണ്ടുവന്ന ആ കേക്കില്ലേ, അതും കൂടി എടുത്തോ. വിയർപ്പിന്റെ വിലയുള്ള ആ കുഞ്ഞു കേക്കിന് ഏറെ മധുരം കൂടും. വാ മക്കളെ, വാ.
മക്കളൊക്കെ ഇന്ന് എല്ലാവരും കൂടെ കൂടിയിരിക്കുക. വലിയ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിൽ. ഞങ്ങൾക്കൊരു ക്രിസ്മസ് സന്ദേശം താറ്റ മനസ്സിൽ നിന്നെ കവിഞ്ഞൊഴുകിയ ക്രിസ്മസിലൂടെ ഈശോ നമുക്കായിട്ട് കൊണ്ടുവന്ന സന്തോഷവും സമാധാനവും നമ്മുടെ ഈ കുടുംബത്തിൽ ഇന്ന് പ്രശോഭിക്കുകയും നമുക്ക് ഈ സന്തോഷവും സമാധാനവും എന്നെന്നും നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കനലാടി വരുമ്പം കുഴലായി കൊടുമ്പം